കൊല്ലാം. സിനിമ തന്നെയാണോ പാഷൻ? സിനിമയിൽ തന്നെ മുന്നോട്ട് പോകാനാണോ? ആക്ച്വലി സിനിമയാണ് എൻ്റെ ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി എന്നൊക്കെ പറയില്ലേ. ഞാൻ ഭയങ്കര ഹൈലി പാഷനേറ്റ് ആണ് സിനിമ. പക്ഷേ നമുക്ക് ഈ സിനിമ വിചാരിക്കുമ്പോൾ നമുക്ക് ബാക്ക് ടു ബാക്ക് സിനിമ കിട്ടണമെന്നില്ല. സിനിമ നമ്മൾ ചിലപ്പോൾ ഫീഡ് ചെയ്യിപ്പിക്കണമെന്നില്ല. അപ്പോൾ ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. 9 ഇയേഴ്സായിട്ട് ഞാനൊരു കുറേ MNC കമ്പനികളിൽ ഇങ്ങനെ മാറി മാറി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ വിചാരിക്കും ഭയങ്കര സുഖമാണ്, ഭയങ്കര കഷ്ടപ്പാടാണ് രണ്ടും കൂടി മാനേജ് ചെയ്യുക. കാരണം പാഷൻ ഒരു സ്ഥലത്തും വർക്ക് വേറെ സ്ഥലത്തും, അതാണോ? ഓഫ് കോഴ്സ്, കാരണം പാഷനും വർക്കും ഒരു സ്ഥലത്തായിരുന്നെങ്കിൽ കുഴപ്പമില്ല നല്ലതാണ്. പക്ഷെ നമുക്ക് ബാക്ക് ടു ബാക്ക് വർക്ക് കിട്ടണം. അപ്പോൾ ഇത് സിനിമ എന്ന് പറയുന്നത് ചില സമയത്ത് ഒരു ഭാഗ്യം കൂടിയാണ്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു മൂവി ആണെങ്കിലും ഒരു ചെറിയ റോളാണ് എൻ്റെ, പക്ഷേ ചെറുതാണെങ്കിലും നോട്ടീസ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് അത് ആക്സെപ്റ്റ് ചെയ്തത് തന്നെ. അപ്പോൾ എനിക്ക് എങ്ങനെ ഒരു നല്ലൊരു മൂവിയുടെ ഭാഗമാവാൻ പറ്റി. പിന്നെ സോബിനിക്കയുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി, നല്ലൊരു ടീം കാസ്റ്റ് ആൻഡ് ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ അത്രയും ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. ചോദിക്കട്ടെ, ഒന്ന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാവോ? അതായത് ഒന്ന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാവോ? പിന്നെ എങ്ങനെ സിനിമയിലേക്ക് ആ ഒരു പാഷൻ വന്നു? ഇതെന്റെ ഇന്റർവ്യൂ ആണോ? അതെ, ചുമ്മാ ഇത് അവസരത്തിൽ അപ്പൊ ചോദിക്കുന്നില്ല. സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എങ്ങനെയാണ് സിനിമയിലേക്കുള്ള ഒരു പാഷൻ എപ്പോഴാണ് വന്നു തുടങ്ങിയത്, ആരാണെന്ന് എല്ലാം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാവോ? ഓക്കെ, ഇറ്റ്സ് മീ ആൽഫി പഞ്ഞിക്കാരൻ. ഞാൻ ആക്ച്വലി ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. പക്ഷേ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് ഞാൻ 9 ഇയേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് അറ്റ് ദ സെയിം ടൈം ഞാൻ സിനിമയും കൂടെ കൊണ്ടുപോകുന്നുണ്ട്. കാരണം ആഗ്രഹം ഉണ്ടായിരുന്നു. ആ സമയത്തൊന്നും നമുക്ക് ഒരു 9 ഇയേഴ്സ് ബിഫോർ ഒന്ന് ആലോചിച്ച് നോക്കി, കാസ്റ്റിങ്ങുകളൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് പരിചയമുള്ളവരെ ഫേസ്ബുക്കിൽ കണ്ട് മെസ്സേജ് അയച്ച് അങ്ങനെ പരിചയപ്പെട്ട് അങ്ങനെ മോഡലിങ്ങിൽ കയറി. മോഡലിങ്ങിൽ നിന്ന് സിനിമയിൽ ഇങ്ങനെ സൺഡേ ഹോളിഡേയിൽ സിസ്റ്റർ റോളൊക്കെ ഞാൻ ചെയ്തേക്കണം. അപ്പോൾ അങ്ങനെ ഓരോ സ്റ്റെപ്പ് ജിസ്മോൻ ചേട്ടനെ ഇങ്ങനെ ഞാൻ ജിസ്മോൻ ചേട്ടൻ ആഡ് ഷൂട്ടൊക്കെ ചെയ്യുന്ന ആളായിരുന്നു. അപ്പോൾ അങ്ങനെ പരിചയപ്പെട്ട് ഈ എല്ലാം ഓരോ ചെറിയ സ്റ്റെപ്പാണ്. അങ്ങനെ ചിക്കാരി ശംഭു വന്നു. ചിക്കാരി ശംഭു ആണ് എൻ്റെ ഒരു ലീഡ് റോൾ ഞാൻ ചെയ്തൊരു പടം എന്ന് പറഞ്ഞാൽ 40 ദിവസമൊക്കെ ഒരു ലൊക്കേഷനിൽ ആദ്യമായിട്ട് നിന്ന്. അപ്പോൾ ആ പടം എനിക്ക് ഭയങ്കര എൻ്റെ ലൈഫിലെ ഒരു ഏറ്റവും നല്ലൊരു ടേണിംഗ് പോയിൻ്റാണ്. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ഗ്യാപ്പൊക്കെ വന്നു. പിന്നെ അതേപോലെ അതിനുശേഷം മാളിയപ്പുറം, നാഗേന്ദ്രൻ, സണിമോൺ, അങ്ങനെ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നു. സിനിമ എന്നുള്ള മേഖല ഭയങ്കര അപ്സ് ആൻഡ് ഡൗൺ ഉള്ള മേഖല, അതറിയാൻ പറ്റുമായിരിക്കുമല്ലോ. ഉറപ്പായിട്ടും ചിലപ്പോൾ ഭാഗ്യമാണെന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ അത്രത്തോളം ഒരു ഇൻസെക്യൂർ ആയിട്ടുള്ള മേഖലയിൽ ഇപ്പോഴും നിലനിർത്തുന്നത് എന്താണ്? അത് അതിനോടുള്ള പാഷൻ തന്നെയാണ്. നമ്മൾ സിനിമ എനിക്ക് ചിലപ്പോൾ തോന്നും അതൊരു ലഹരിയാണോ എന്ന് വരെ എനിക്ക് തോന്നിപ്പോകും. എനിക്ക് അറിഞ്ഞൂടാ, ഡ്രഗ് എന്നൊക്കെ ഒന്ന് പറഞ്ഞാൽ മോശമാക്കല്ല, നീ ഓവറാവണ്ട. അല്ല, നമ്മളൊരു സാധനത്തിനോട് നമുക്കൊരു ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ അത് നമ്മുടെ കൂടെ വേണം എന്ന് നമുക്ക് തോന്നില്ലേ. പിന്നെ ഞാനിപ്പോൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ടാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, ഞാൻ ടെസ്റ്ററാണ്. അപ്പോൾ അവിടെ ഞാൻ വർക്ക് ചെയ്യുന്നതിൻ്റെ കൂടുതൽ എനിക്കൊരു സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നുന്നത് ഒരു സിനിമയിൽ അതിലും കൂടുതൽ എനിക്ക് സന്തോഷമുണ്ട് ഇവിടെ ഒരു റോള് വന്ന് ചെയ്യുമ്പോൾ. അതെ, എനിക്ക് ആക്ച്വലി എൻ്റെ ജോലിയുടെ സാലറി തന്നെയാണ് എൻ്റെ വരുമാനം. ഓഫ് കോഴ്സ് ആണ്, കാരണം ഞാൻ 9 ഇയേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ അതുകൊണ്ടൊക്കെയാണ് ഞാൻ എൻ്റെ ലിവിങ് സ്റ്റൈൽ ഞാൻ മാനേജ് ചെയ്യണം. അപ്പോൾ ജോലി വേണമെന്ന് വെച്ചാൽ വേണം എനിക്ക്, പക്ഷെ സിനിമ ആണ് മെയിൻ പ്രയോറിറ്റി. അപ്പോൾ ഒരു സിനിമയിലോട്ടൊക്കെ വരാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകളായാലും ഇപ്പം ഒരു ജോലി ഉണ്ട് ഓൾറെഡി, ജോലി എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് അവർക്കൊക്കെ? ഈ സിനിമ അല്ലാതെ ഒരു ജോലി എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് തോന്നുന്നത്? അല്ല, സിനിമയിൽ നിന്ന് നമുക്ക് ഒരു വരുമാനം കണ്ടെത്താൻ പറ്റുന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ എനിക്ക് വരുമാനം കിട്ടുന്നുണ്ട്, പക്ഷേ എനിക്ക് കണ്ടിന്യൂറ്റി ഇല്ല. കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വർക്കില്ല. അപ്പോൾ അതില്ലെങ്കിൽ നമ്മൾ സെക്കൻഡ് നമ്മൾ ഓപ്ഷൻ നോക്കണം. കാരണം നമ്മൾ ലൈഫിൽ നമ്മളൊരിക്കലും ഡിപ്പെൻഡഡ് ആവരുത്, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കണം. അതൊരു വുമൺ ആയതുകൊണ്ട് എനിക്ക് തോന്നിയൊരു കാര്യമാണ്. അപ്പോൾ എൻ്റെ അമ്മ വർക്കിംഗ് വുമൺ ആയിരുന്നു, അമ്മ നേഴ്സായിരുന്നു, ഹെഡ് നേഴ്സായിരുന്നു. അമ്മ റിട്ടയർഡായി. സോ അമ്മയുടെ പെൻഷൻ ഉള്ളതുകൊണ്ട് അമ്മ ഇപ്പോഴും നല്ല പ്രൗഡ് വുമണാണ്. അപ്പോൾ അമ്മേനെ കണ്ടാണ് ഞാൻ വളർന്നത്. അപ്പോൾ എൻ്റെ ആ വീട്ടിലുള്ള എല്ലാ എൻ്റെ ആൻറ്റീസ് എല്ലാവരും വർക്കിംഗ് ആണ്. അപ്പോൾ എനിക്ക് ജോലി വേണം, ഞാൻ തന്നെ എൻ്റെ കാലിൽ നിന്ന് എനിക്ക് സമ്പാദിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. കാരണം നമ്മൾ ഫാമിലിയിൽ കണ്ടു വളരുന്നത് അതാണ്, ജോലി വേണം എന്നുള്ളത്. അപ്പോൾ സിനിമ എന്നെ ഫീഡ് ചെയ്തിപ്പിക്കും, ഞാൻ ഈ ജോലി ചെയ്യുള്ളൂ, പക്ഷേ നമുക്കൊരു കൺസിസ്റ്റൻസി ഇല്ല, നേരത്തെ പറഞ്ഞ പോലെ. അപ്പം വന്നാൽ ഞാൻ ചിലപ്പോൾ ജോലി വിടും. അപ്പോൾ സിനിമയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്യുന്നത്, അപ്പോൾ നമുക്ക് കരിയർ നോക്കി മനസ്സിലാക്കുക എനിക്ക് ഇങ്ങനെ ആവാനാണ് ആഗ്രഹം,
ഈ ഒരു ആക്ട്രസിനെ പോലെയൊക്കെ എൻ്റെ കരിയറിന് സെറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനെ വന്നാൽ നന്നായിരിക്കും, അങ്ങനെ തോന്നിയ ഇൻസ്പിറേഷൻസ് ഉണ്ടോ മലയാള സിനിമയിൽ? മലയാളം എനിക്ക് പണ്ടത്തെ ശോഭന ചേച്ചി, മഞ്ജു വാര്യർ, പിന്നെ ഊർവശി ചേച്ചി, എനിക്ക് മീര ജാസ്മിൻ, ഇവരൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആക്ടേഴ്സാണ്. എനിക്ക് പിന്നെ നയൻതാര അറിയാമല്ലോ, വിദ്യാ ബാലൻ, എനിക്ക് അങ്ങനെ ഒരുപാട് നമുക്ക് ഇഷ്ടമുള്ള ആർട്ടിസ്റ്റുകളുണ്ട്. നമുക്ക് ഇൻസ്പയർഡ് ആണ് ആക്ച്വലി. അവരൊക്കെയാണ് നമുക്ക് ഇവരൊക്കെ നിൽക്കണമൊക്കെ അങ്ങനെ തോന്നും. പക്ഷെ നമ്മുടെ ഇങ്ങനെ പോകണം, കുഴപ്പമില്ല. എന്നാലും ഇങ്ങനെ ഇതിൻ്റെ പാർട്ടായിട്ട് ഇപ്പോഴും നിൽക്കാൻ പറ്റുന്നത് തന്നെ ഭാഗ്യം. ഈ സിനിമയുടെ സ്വപ്നത്തിൻ്റെ ഒരു വിത്ത് എവിടെ നിന്നുണ്ടാവുന്നത്? എങ്ങനെയാണ് സിനിമ സ്വപ്നം തുടങ്ങുന്നത്? അങ്ങനെ ചോദിച്ചാൽ ഞാൻ എൻ്റെ ബിടെക് കഴിഞ്ഞ് എംടെക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരു വർഷം പ്രൊജക്റ്റ് ചെയ്യണം ലാസ്റ്റ് ഇയർ. അപ്പോൾ പ്രൊജക്റ്റ് ചെയ്യാൻ നേരത്തെന്ന് പറഞ്ഞാൽ ഇവിടെ ആലുവയുടെ അടുത്താണ് പ്രൊജക്റ്റിൻ്റെ സെൻറ്റർ. ആലുവ നമ്മുടെ തിയേറ്റേഴ്സിൻ്റെ അടുത്ത്. എന്നും ഞാൻ വരും ആലുവ വരെ, അങ്കമാലിയിൽ നിന്ന് ആലുവ വരെ. ഒരു ദിവസം ക്ലാസ്സിൽ പോവും, ഒരു ദിവസം ക്ലാസ്സിൽ പോവില്ല. പക്ഷേ വീട്ടിൽ നിന്ന് ഇറങ്ങണം, കാരണം മടിയാണ്. അപ്പോൾ ഒരു ദിവസം സിനിമയ്ക്ക് പോവും, അടുത്ത ദിവസം ക്ലാസ്സിൽ പോവും. അങ്ങനെ ഇഷ്ടം പോലെ ഏറ്റവും കൂടുതൽ സിനിമ കണ്ട ടൈമാണത്. അങ്ങനെ കണ്ട് ഈ 22 ഫീമെയിൽ കോട്ടയൊക്കെ ഒറ്റയ്ക്ക് വന്ന് കണ്ട് അങ്ങനത്തെ സിനിമകളാണ് ആ സമയത്ത്. അപ്പോൾ അങ്ങനെ എനിക്ക് സിനിമയോട് ഭയങ്കര ഒരു പാഷനായി, എൻ്റെ പാർട്ടാവണമെന്ന് ആഗ്രഹമായി. പക്ഷെ പറയാൻ പറ്റുമോ? പറഞ്ഞ ആൾക്കാർ ഓടിക്കും, സിനിമയോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അങ്ങനെ അതിൻ്റെ പാർട്ടാവാൻ പറ്റി. എങ്ങനെയോ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച നമ്മുടെ യൂണിവേഴ്സ് നമുക്ക് കൊണ്ടുവന്ന് വരും. കാരണം ഒരു ബന്ധമില്ലാത്ത ആളായിരുന്നു ഞാൻ സിനിമയായിട്ട്. അപ്പോൾ കുറേ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ആ യൂണിവേഴ്സ് നമുക്ക് കൊണ്ടുവന്ന് തന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മലയാള സിനിമയിലൊക്കെ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ കണ്ട കഥാപാത്രങ്ങളെ ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് കഥാപാത്രങ്ങൾ പറയാമോ? ഇപ്പോൾ റീകളക്ട് ചെയ്യാൻ പറ്റുന്നത് ആവേശം തോന്നിയ കഥാപാത്രങ്ങൾ. ഇപ്പോൾ പറഞ്ഞു 22 ഒക്കെ ഒറ്റയ്ക്ക് പോയി കണ്ടിട്ടുണ്ട്. എനിക്ക് ആ സിനിമ അതെനിക്ക് കറക്റ്റ്, എനിക്ക് ആ സിനിമയൊക്കെ ഭയങ്കര ഓർമ്മയുള്ള സിനിമകളാണ്. കുറേ എല്ലാം ഒരുപാട് സിനിമകളുണ്ട്. അപ്പോൾ പറഞ്ഞു വരുമ്പോൾ ഞാൻ ചിലതൊക്കെ മറന്നു പോകും. സെലക്ട് ചെയ്യാൻ പിക്ക് ചെയ്യാൻ പറ്റുന്നത് എനിക്ക് മഞ്ജു ചേച്ചിയുടെ ഒരുപാട് ക്യാരക്ടേഴ്സ് എനിക്ക് ഇഷ്ടമാണ്. കണ്ണെഴുതി പൊട്ടും തൊട്ടല്ലേ ഒരാളൊക്കെ. പിന്നെ പെട്ടെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അങ്ങനെ അറിഞ്ഞൂടാ. എന്നാലും കുറേ ക്യാരക്ടേഴ്സ്, ശോഭന ചേച്ചിയുടെ റോള്, നമ്മുടെ നാഗവല്ലി, ആ സാധനമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്ത് രസമായിട്ട് ചെയ്തു വെച്ചേക്കണേ. അപ്പം അങ്ങനെ ഊർവശിൻ്റെ എല്ലാം രസമാണ് ചേച്ചിയുടെ. അങ്ങനെ എല്ലാം ഇഷ്ടമാണ്. നാവ് പൊന്നാവട്ടെ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കും ഓൾ ദ ബെസ്റ്റ്.